നമസ്കാരം, ഞാൻ ഡോക്ടർ ജിൻസൺ പോൾ, മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രിനോളജിസ്റ്റാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ ഗോയിറ്റർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഇരുവശങ്ങളിലുമായി ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലാണ് ഈ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വീക്കം അഥവാ ഗോയിറ്റർ വളരെ കോമണായി കാണപ്പെടുന്ന ഒരു രോഗമാണ്. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ മുൻഭാഗത്തെ ഒരു മുഴ ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. നമ്മളിൽ ചില രോഗികൾക്കെങ്കിലും തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മുഴ വളരെ ആക്സിഡൻ്റലി ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും നോട്ടീസ് ചെയ്ത് നമ്മളോട് പറയുന്നതാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണത്തിന് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പരിശോധിച്ച് നിങ്ങളുടെ തൈറോയിഡിന് മുഴയുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നതാകാം. അപ്പോൾ തൈറോയിഡിൻ്റെ മുഴ ചില രോഗികൾക്ക് തൈറോയ്ഡ് മുഴയോട് കൂടെ തന്നെ നമുക്ക് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് രക്തത്തിൽ കൂടുതലായേക്കാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റു ചില ലക്ഷണങ്ങൾ കൂടെ കാണപ്പെടുന്നതാണ്. ഉദാഹരണത്തിന് ശരീരം മെലിയുക, അതുപോലെ വിശപ്പ് അമിതമായി അനുഭവപ്പെടുക, കൈകൾക്ക് വിറയൽ, ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, കൂടുതൽ നെഞ്ചിടിപ്പ് അനുഭവപ്പെടുക എന്നിവയാണവ. ചുരുക്കം ചില രോഗികൾക്ക് തൈറോയ്ഡ് ഗ്ലാൻഡ് മുഴയോട് കൂടെ തന്നെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുക, അതായത് ഹൈപ്പോ തൈറോയിഡിസം ഇതിൻ്റെ കൂടെ കാണാം. അങ്ങനെയുള്ള ആളുകൾക്ക് അമിതമായ വണ്ണം, അമിതമായ ക്ഷീണം, കാലുകളിൽ നീര്, കോൺസ്റ്റിപ്പേഷൻ, തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നീ ലക്ഷണങ്ങൾ കൂടെ കാണാം. വളരെ ചുരുക്കം രോഗികൾക്ക് ഗോയിറ്റർ തൈറോയ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണമായേക്കാം. ഈ തൈറോയ്ഡ് മുഴയുടെ വലിപ്പം വളരെ പെട്ടെന്ന് കൂടുക, ശ്വാസമെടുക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ തടസ്സം അനുഭവപ്പെടുക, അതുപോലെ ഒച്ചയടപ്പ്, ശബ്ദത്തിൽ വ്യതിയാനം എന്നിവ തോന്നുക എന്നീ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാകുന്നതിനുള്ള റിസ്ക് കൂടുതലാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും തൈറോയ്ഡ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ പുരുഷന്മാരിൽ കാണപ്പെടുന്ന തൈറോയ്ഡ് മുഴ എന്നിവയും അപകട സാധ്യത കൂടുതലുള്ളവ ആണ്. ഗോയിറ്റർ നമുക്ക് പ്രധാനമായി മൂന്നായി തരംതിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്നാമതായി ഡിഫ്യൂസ് ഗോയിറ്റർ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥി മൊത്തമായി വീങ്ങുന്ന അവസ്ഥ. രണ്ട്, സോളിറ്ററി നോഡുലാർ ഗോയിറ്റർ, അതായത് തൈറോയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുഴ കാണപ്പെടുന്ന അവസ്ഥ. മൾട്ടി നോഡുലാർ ഗോയിറ്റർ, തൈറോയിഡിൻ്റെ പല ഭാഗത്തായി പല വലുപ്പത്തിലുള്ള മുഴകൾ കാണപ്പെടുന്ന അവസ്ഥ. എന്തെല്ലാമാണ് തൈറോയ്ഡ് സ്വെല്ലിംഗ് അഥവാ ഗോയിറ്റർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ? പ്രധാനമായും വളരെ മോസ്റ്റ് കോമണായി കാണപ്പെടുന്നത് അയഡിൻ ഡെഫിഷ്യൻസി, അതായത് നമ്മുടെ ആഹാരത്തിൽ അയഡിൻ്റെ കുറവ്. ഇത് കൂടുതലായും ഹില്ലി ഏരിയാസിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായി കാണപ്പെടുന്നത്. അയഡൈസ്ഡ് സാൾട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഈ അസുഖം ഒരു പരിധിവരെ തടുക്കാനാകും. പിന്നെ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. തൈറോയ്ഡ് ഓട്ടോ ആൻറ്റിബോഡീസ് തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ അറ്റാക്ക് ചെയ്യുകയും കാലക്രമേണ ഈ കോശങ്ങൾ നശിച്ചു പോയി അതുവഴി തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുകയും തൈറോയ്ഡ് ഗ്ലാൻഡ് സ്വെല്ലിംഗ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. മൂന്നാമതായി ഗ്രേവ്സ് ഡിസീസ്, ഇതും ഗോയിറ്ററിൻ്റെ ഒരു കാരണമാണ്. ഇതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിൽ TSH റിസപ്റ്റർ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും ഈ ആൻറ്റിബോഡി തൈറോയ്ഡ് ഗ്ലാൻഡിൽ എഗെയിൻസ്റ്റ് അറ്റാക്ക് ചെയ്ത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും തൈറോയ്ഡ് ഗ്ലാൻഡിൽ സ്വെല്ലിംഗ്, അതുപോലെ ഹോർമോണിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു രക്തത്തിൽ. പിന്നീട് വേറെ റീസൺസ്, തൈറോയ്ഡ് നോഡുലാർ ഗോയിറ്റർ വരാം, അല്ലെങ്കിൽ തൈറോയ്ഡ് ക്യാൻസർ വരാം. നോർമലി തന്നെ പ്രഗ്നൻസി സമയത്തും പ്യൂബർട്ടി സമയത്തും തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ സ്വെല്ലിംഗ് കാണപ്പെടുന്നതാണ്. ഇനി തൈറോയ്ഡ് ഗ്ലാൻഡുള്ള ഒരു രോഗിക്ക് ഇത് അപകടകാരിയായ സ്വെല്ലിംഗ് ആണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ ഗോയിറ്റർ അപകടകാരിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിനുവേണ്ടി TSH, T4 എന്നീ ലാബ് ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കുന്നു. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ക്യാരക്ടർ അസസ് ചെയ്യുന്നതിനായി അൾട്രാസൗണ്ട് സ്കാൻ വളരെ ഫലപ്രദമായ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അൾട്രാസൗണ്ട് സ്കാനിൽ 1 സെൻറ്റിമീറ്റർ കൂടുതൽ വലിപ്പമുള്ള മുഴകൾ അല്ലെങ്കിൽ സംശയാസ്പദമായ ഫീച്ചേഴ്സ് ഉള്ള മുഴകൾ നമുക്ക് നീഡിൽ ടെസ്റ്റ് അഥവാ FNAC ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ തൈറോയ്ഡ് മുഴ സർജറി ചെയ്ത് നീക്കം ചെയ്യാവുന്നതാണ്. ഇനി അൾട്രാസൗണ്ട് സ്കാനിൽ 1 സെൻറ്റിമീറ്ററിൽ താഴെയാണ് മുഴയുടെ വലിപ്പം, അല്ലെങ്കിൽ സംശയാസ്പദമായ ഫീച്ചേഴ്സ് ഇല്ല എങ്കിൽ നമ്മൾ ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഇടവേളകളിൽ റിപ്പീറ്റ് സ്കാൻ ചെയ്യുകയും വേണ്ടി വന്നാൽ റിപ്പീറ്റ് FNAC അല്ലെങ്കിൽ സർജറി ചെയ്ത് മുഴ നീക്കം ചെയ്യാവുന്നതുമാണ്. ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. നന്ദി.